നമസ്കാരം. അശ്വതി, രോഹിണി, പുണർദം, മകം, വിശാഖം, തൃക്കേട്ട, ഉത്രാടം, രേവതി ഇങ്ങനെ 8 നക്ഷത്രക്കാർക്ക് നാളെ 2026 ജനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ശനിദേവന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് നേരിട്ട് ലഭിക്കുവാൻ പോകുന്നു. ഇവരുടെ ജീവിതത്തിന്റെ പല തടസ്സങ്ങളും മാറി മറിയുന്ന ഒരു സുദിനമാണ് നാളെ. ജനുവരി 17-ന് ഗ്രഹനിലകൾ അനുകൂലമായി വരികയാൽ തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ് ഈ 8 നക്ഷത്രക്കാർക്കും. അപ്പോൾ ഈ 8 നക്ഷത്രക്കാരും നാളത്തെ ദിവസം ചെയ്യേണ്ടതായ നിങ്ങളുടെ ദിനചര്യയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട്. ജപിക്കേണ്ട വളരെയേറെ ശക്തിയേറിയ മന്ത്രങ്ങൾ, കൂടാതെ സന്ദർശനം നടത്തേണ്ട ചില ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ഇത് പാലിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് വൻ വിജയത്തിന്റെയും നേട്ടത്തിന്റെയുമായ ദിവസമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇവിടെ വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട വഴിപാടുകൾ കൂടി പറഞ്ഞു തരാം. അത് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് തന്നെ നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിലും ശുഭവാർത്താ ശ്രവണ ഭാഗ്യ യോഗം നാളെ കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകൾ നിമിത്തം ചില ഉന്നതി അല്ലെങ്കിൽ മാറ്റങ്ങൾ ഒക്കെ നടന്നു കിട്ടുവാനുള്ള ഭാഗ്യവും യോഗവും കാണുന്നുണ്ട്. നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എടുത്തുചാട്ടം ഒഴിവാക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് എല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളുകൾ ഉണ്ടാകുമല്ലോ കുടുംബത്തിൽ, എല്ലായിടവും കാണും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുകയും അതിനെ സോൾവ് ചെയ്ത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തിയൊന്നും നാളത്തെ ദിവസം കഴിവതും ഏറ്റെടുക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോയാൽ ഒരു വൻ വിജയവും മാറ്റവുമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ ഒരു 9 തവണ ഓം ഗം ഗണപതിയെ നമ എന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ തീർച്ചയായും ജപിക്കേണ്ടതാണ്. കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഒരു കറുകമാല കൂടി നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ, അതായത് സമർപ്പിക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായിക്കും. രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്താ ശ്രവണ യോഗം നാളത്തെ ദിവസം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നതാണ്. ദൂരയാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും നാളത്തെ ദിവസം അനുകൂലമായ ഫലം വന്നു ചേരാൻ സാധ്യത കൂടുതലാണ്. നാളെ നിങ്ങൾ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കറുത്ത പാൻസ് ആയാൽ പോലും നാളത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാർ കഴിവതും അതൊന്ന് മാറ്റിയിട്ട് അതിന് പകരം മറ്റേത് നിറവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പോസിറ്റീവായ ചിന്തകൾ മാത്രം മനസ്സിൽ ഊന്നിക്കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ പോസിറ്റീവായ ചിന്തകൾക്ക് മാത്രം സ്ഥാനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ഈ ഒരു മന്ത്രം നാളെ 11 തവണ കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം ജപിക്കുകയും കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഒരു തുളസിമാല കൂടി സമർപ്പിക്കേണ്ടതാണ്. മൂന്നാമത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരായ ആളുകൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം ലാഭകരമായ ഒരു ദിനമാണ്. പുതിയ തുടക്കങ്ങൾക്കൊക്കെ വഴിതെളിയുന്ന ശുഭകരമായ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. സുഹൃത്തുക്കളുടെ ചില സഹായങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. നാളെ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരുവിധ പണമിടപാടുകളും നടത്താതിരിക്കുക. പണം ഒരു രീതിയിലും കൈമാറ്റം ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓം ശ്രീരാമായ നമ എന്ന് മന്ത്രം ജപിക്കുക. എത്ര കഴിവതും ഒരു 108 ജപിക്കാൻ സാധിച്ചാൽ അത്രയും ഉത്തമമാണ്. നാളെ കൂടാതെ നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്തുന്നതും ഉത്തമമായിരിക്കും. നാലാമത് മകം നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നോ ചില അധികാരികളിൽ നിന്നോ അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതായത് അധികാരികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ചില സൈനൊക്കെ ആവശ്യമായിട്ടുള്ള സന്ദർഭമാണെങ്കിൽ അതൊക്കെ മടി പിടിച്ച് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തി വെച്ചിരുന്നതാണെങ്കിൽ പോലും അതൊക്കെ തടസ്സങ്ങൾ മാറി നിങ്ങളുടെ വഴിക്ക് വരുന്നതാണ്. പിതൃക്കളുടെ അനുഗ്രഹം കൂടുതലായി നാളെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ദിവസമായതിനാൽ ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ അവരുടെ ഒരു കരുതൽ, ഒരു തുണ നിങ്ങൾക്കുണ്ടാകുന്നതാണ്.
നാളത്തെ ദിവസം കഴിവതും ഉച്ചയുറക്കം ഒഴിവാക്കുക, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂടാതെ നാളെ കഴിവതും മുതിർന്ന ആളുകളോടൊന്നും തർക്കിക്കുവാനോ വാഗ്വാദങ്ങൾക്കോ പോകാതിരിക്കേണ്ടതാണ്. കൂടാതെ ഓം നമ ശിവായ എന്ന മന്ത്രം നാളെ ഒരു 108 ഒരു രാവിലെയോ വൈകിട്ടോ ജപിക്കുക. കൂടാതെ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് കൂടിയാണ്. ഈ അഞ്ചാമത്തെ നക്ഷത്രമായി വിശാഖമാണ്. നാളെ ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ഒരു ദിവസമാണ് വിശാഖം നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ ലോട്ടറി ഒക്കെ എടുത്താൽ നാളത്തെ ദിവസത്ത്, അതായത് നാളെ പരീക്ഷണങ്ങളിൽ വിജയസാധ്യത കൂടുതലായി കാണുകയാൽ തന്നെ നാളെ ലോട്ടറിയിൽ ഒരു ചെറുതോ വലുതോ സമ്മാനം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികവ് പുലർത്താനായി നാളത്തെ ദിവസം കഴിയുന്നതാണ്. നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആർക്കും പണം കടം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഓം സുബ്രഹ്മണ്യായ നമ എന്ന മന്ത്രം 108 ജപിച്ച് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പഞ്ചാമൃതം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്ത ആറാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ്. ശത്രുക്കളുടെ ഉപദ്രവം നിമിത്തം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഭൂമി സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മാനസികമായിട്ടായാലും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായി മനസ്സമാധാനം വന്നു ചേരുന്ന ദിവസമാണ് നാളെ. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിലും ചില മനസ്സമാധാന കേടുകൾ നിമിത്തമാണ് ആരോഗ്യപരമായും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം നിങ്ങൾക്ക് വന്നണയുന്ന ഒരു ദിവസമാണ് നാളെ. നാളെ മത്സ്യമാംസാദികൾ കഴിവതും നിങ്ങൾ ഒഴിവാക്കുന്നത് ഏറ്റവും അധികം ഉത്തമമാണ്. നാളത്തെ ദിവസം സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയാൽ ഉത്തമമായിരിക്കും. കൂടാതെ ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം ജപിക്കുക. അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനമോ അതല്ലെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനമോ നടത്താവുന്നതാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ, അതായത് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഒരു രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുന്നത് സകലവിധ ദോഷങ്ങളും മാറി ഭാഗ്യവും ഉണർവും തേജസ്സും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായകമാകുന്നതാണ്. ഇനി ഏഴാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് ഉത്രാടമാണ്. നാളെ സമൂഹത്തിൽ കീർത്തിയും ബഹുമാനവും നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാധ്യമാകാനുള്ള യോഗവും നാളത്തെ ദിവസം തെളിഞ്ഞു കാണുന്നുണ്ട്. നാളെ അമിതമായ ഓവർ കോൺഫിഡൻസോട് കൂടി എനിക്ക് എല്ലാം സാധിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും പുറപ്പെടാതിരിക്കുക. എല്ലാവരോടും നാളത്തെ ദിവസം വിനയത്തോടെ പെരുമാറാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കൂടാതെ രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് കുളിക്കാൻ സാധിക്കുമെങ്കിൽ അതും കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ സൂര്യനെ രാവിലെ തന്നെ എഴുന്നേൽക്കണം. കൂടാതെ ഭഗവാൻ സൂര്യനെ ഓം ആദിത്യായ നമ എന്ന മന്ത്രം 108 ജപിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രീതനാക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശിവക്ഷേത്ര ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ്. ഒരു കൂവളമാല കൂടി ഭഗവാന് സമർപ്പിക്കേണ്ടതാണ്. ഇനി അടുത്ത നക്ഷത്രമായിട്ടുള്ളത് രേവതിയാണ്. സാമ്പത്തികമായി ഒരു വലിയ മുന്നേറ്റം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിത ധനലാഭത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. കിട്ടാനുള്ള പണമൊക്കെ തിരികെ കൈവന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു. ദാമ്പത്യ ജീവിതത്തിലും ഐക്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ടത് നാളെ വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ ശേഷം വീടിന്റെ മുൻവാതിൽ അടച്ചിടാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ചില ആളുകളുണ്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്ന നേരമാണെങ്കിൽ പോലും ഗൃഹത്തിന്റെ പ്രധാന വാതിൽ അടച്ചിടാറുണ്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി കടന്നു വരികയില്ല. അപ്പോൾ ആ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നാളത്തെ ദിവസം വീടിന്റെ മുൻവാതിൽ അടച്ചിടരുത്. നിലവിളക്ക് തെളിയിക്കുക. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ തെളിയിക്കാൻ സാധിച്ചാൽ അത്രയും ശ്രേഷ്ഠമാണ്. കൂടാതെ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ഓം മഹാലക്ഷ്മി നമ എന്ന മന്ത്രം ഉച്ചരിക്കുക. കൂടാതെ രാവിലെയോ വൈകിട്ടോ നാളെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഒരു പാൽപായസം വഴിപാട് കൂടി നടത്തുകയാണെങ്കിൽ ഏറ്റവും ശുഭകരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാർക്ക് മാത്രമല്ല മറ്റു നക്ഷത്രക്കാർക്കും നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. നാളെ വൈകുന്നേരം വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എള്ളെണ്ണ ഒഴിച്ചൊരു വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു മാറ്റവും ദോഷങ്ങളിൽ നിന്നൊരു മോചനവും വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ ഫലങ്ങൾ ധാരാളമായി വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്ന പൊതുഫലങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഏവർക്കും മംഗളകരമായ ഒരു ദിവസം ആശംസിക്കുന്നു.